20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ എടുക്കൂ. സീറ്റ് ലിമിറ്റ് ആവുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ കോൺടാക്ട് ചെയ്യൂ. ആര്യ കോളേജ്, ന്യൂ ബസ് സ്റ്റാൻഡ്, നിലമ്പൂർ, മലപ്പുറം. വണ്ടൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി പി അനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശം പകർന്ന് തൊഴിലാളി സംഘടനകളുടെ സംയുക്ത പ്രകടനം. STU, INTUC സംഘടനകളുടെ നേതൃത്വത്തിൽ വണ്ടൂർ ടൗണിൽ പ്രകടനം നടത്തി. വണ്ടൂർ നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി പി അനിൽകുമാർ ജാഥ ഫ്ളാഗ് ഓഫ് ചെയ്തു. തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് UDFന്റെ തൊഴിലാളി സംഘടനകൾ ഒരുമിച്ച് ചേർന്ന ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിച്ചതിന് ഞാൻ ആദ്യമായി UDFന്റെ തൊഴിലാളി സംഘടനാ നേതാക്കളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇത് ഏറ്റവും ഇന്നത്തെ ഒരു സന്ദർഭത്തിൽ തൊഴിലാളികൾക്ക് ഏറ്റവും ആവശ്യമായ കാര്യങ്ങൾ ഇന്ന് നമ്മൾ പ്രകടന പത്രികയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ആർക്കും ഒരാശങ്ക വേണ്ട. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും മിനിമം കൂലി എന്ന് പറയുന്നത് 700 രൂപ എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും അത് ലഭ്യമാക്കുന്നത് ഉറപ്പുവരുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം എല്ലാവരും അതിനകത്ത് വരുന്നുണ്ട്. ചിലർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അംഗൻവാടി വർക്കർമാർക്ക് അതിനകത്ത് ആശങ്കയുണ്ട്. ഞാൻ അടിവരയിട്ട് പറയുന്നു, അംഗൻവാടി വർക്കർമാർക്ക് ഒരു ആശങ്കയും വേണ്ട. ഏറ്റവും പ്രയാസപ്പെടുന്നവർ അംഗൻവാടി വർക്കർമാരാണ് എന്ന് അറിവുള്ളവരാണ് ഞങ്ങളൊക്കെ. ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. 10 വർഷം മിനിമം കൂലി, ഏതായാലും മിനിമം വേജസ് ഏതാണ്ട് 13,000 രൂപ ഓണറേറിയം മാസത്തിൽ കിട്ടുന്നുണ്ട്. അത് 20 കൊല്ലമായാലും 30 കൊല്ലമായാലും അതുപോലെ കിട്ടുന്ന ഒരു വിഭാഗമാണ് അംഗൻവാടി ജീവനക്കാർ. അത് കൂടുന്നില്ല. എനിക്ക് അത്ഭുതം തോന്നി. 20 കൊല്ലം വർക്ക് ചെയ്താലും 30 കൊല്ലം വർക്ക് ചെയ്ത് കഴിഞ്ഞാലും കാര്യമായ ഒരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ അംഗൻവാടി ജീവനക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും. അവർക്ക് വേതന വർധനവ് എന്തായാലും ഉറപ്പുവരുത്തും. അത് ഏറ്റവും നല്ല രീതിയിലായിരിക്കും എന്ന് സൂചിപ്പിക്കുവാൻ ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. INTUC വണ്ടൂർ നിയോജകമണ്ഡലം പ്രസിഡന്റ് K ബാബുമണി അധ്യക്ഷത വഹിച്ചു. P ഖാലിദ് മാസ്റ്റർ, VAK തങ്ങൾ, VP ഫിറോസ്, KC കുഞ്ഞു മുഹമ്മദ്, TP ഗോപാലകൃഷ്ണൻ, PA മജീദ്, ഹസൻ പുല്ലങ്കോട്, റഹൂഫ് കരുവാരക്കുണ്ട് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.